ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരു മുന്നണികൾക്കും രാഷ്ട്രീയ പ്രസക്തി നഷ്ടമായെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേരള പദയാത്രയ്ക്ക് മുന്നോടിയായി കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം വട്ടവും മോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് വ്യവസായം തകർത്തു. ഈ കേരളത്തിലെ എല്ലാ വ്യവസായങ്ങളും തകർത്ത പിണറായി വിജയന്റെ ആളുകളാണ് പറയുന്നത് മോദി വ്യവസായം തകർത്തു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിക്ഷേപിക്കാൻ വരുന്നത് വിദേശങ്ങളിൽ ഇന്ത്യയിലേക്കാണ്. ചൈന ഈ കഴിഞ്ഞ ദീപാവലി ദിവസം മാത്രം 1 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ചൈനക്കുണ്ടായത്. മോദിക്കും എൻഡിഎക്കും സംസ്ഥാനത്ത് അനുകൂല സ്ഥിതിയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. വൈകുന്നേരം 3 മണിക്ക് താളിപ്പടുപ്പ് മൈതാനത്ത് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പദയാത്ര ഉദ്ഘാടനം ചെയ്യും. രാവിലെ മധൂർ ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷമാണ് കെ സുരേന്ദ്രൻ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താസമ്മേളനത്തിലെത്തിയത്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും പദയാത്രയിൽ പങ്കെടുക്കാനായി കാസർഗോഡെത്തി. വൈകിട്ട് 6 മണിക്ക് മേൽപ്പറമ്പിലാണ് ഇന്നത്തെ സമാപന സമ്മേളനം. ഓരോ ദിവസവും വിവിധ കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര നേതാക്കളും പദയാത്ര ഉദ്ഘാടനം ചെയ്യും. വിവിധ മതസാമുദായിക നേതാക്കളുമായുള്ള സ്നേഹസംഗമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരുടെ ഗുണഭോക്തൃ സംഗമങ്ങളും നടക്കും. അതോടൊപ്പം വിവിധ മണ്ഡലങ്ങളിലെ വികസന പ്രശ്നങ്ങളും പ്രതീക്ഷകളും ചർച്ച ചെയ്യുന്ന വികസന സെമിനാറുകളും സംഘടിപ്പിക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികളിൽ അംഗമാവാനുള്ള അവസരം കേരള പദയാത്രയിൽ ഒരുക്കും. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ നിശ്ചല ദൃശ്യങ്ങളും എൻഡിഎയുടെ വികസന രേഖയും പദയാത്രയിൽ പ്രദർശിപ്പിക്കും.